ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഇൻട്രോ പറയാനൊന്നും വലിയ ഉഷാറില്ല കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ല വീഡിയോയിൽ എനിക്ക് മേലൊക്കെ വേദന ഉണ്ടെന്ന്, പക്ഷെ മാറിയിട്ടില്ല കേട്ടോ. അപ്പോഴും അതേ ഒരവസ്ഥ. ഇനി ഇന്ന് സ്കൂൾ വിട്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകണം. ഇപ്പം ഇന്ന് അടുക്കള മിന്നോനോ ഇഞ്ഞോ വിട്ട് കൊടുത്തു കേട്ടോ. കടിയൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ അവലുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇത് നുറുക്കുണ്ട് കേട്ടോ. അതൊക്കെ കൂട്ടിയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്ത് എനിക്കത് ആയതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ കിച്ചൺ ഭരണം മിന്യൂസാണ്. ഹോർലിക്സ് ഉണ്ടാക്കി പെൻറ്റിലെ ചായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അറിയാം അതൊക്കെ ഉണ്ടാക്കാനായിക്കണോ സംഭവം ശരിയാണ്. ആ കോൾ ഉണ്ടാക്കാനായിക്കണോ അടുപ്പത്തേക്ക് വല്ലാതെ അടുപ്പിച്ചലില്ല. അത് അടുപ്പിച്ചലുമില്ല, കോള് വരുമില്ല. പണിയെടുക്കണ അത്രയ്ക്ക് ഇഷ്ടമാണ് അല്ലേ. അപ്പം അങ്ങനെ കുറച്ച് മധുരം മതിട്ടോ. അപ്പം അങ്ങനെ ഒരു ചായ കുടിക്കാം കേട്ടോ. എനിക്കുള്ള ചായ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ചായ കുടിക്കാനായിട്ട് നിൽക്കട്ടെ. പിന്നെ സ്കൂൾക്ക് പോകുമ്പോൾ നിർബന്ധമാണ് കേട്ടോ. എല്ലാവർക്കൊന്നും തുമ്പിയത് കേട്ടോ. ഒന്നല്ല രണ്ട് തുമ്പൽ. അപ്പൊ ചായ ഇവിടെ ആയിട്ടോ ഒന്ന് ചൂടായി. ശബ്ദം അപ്പൊ ഞാൻ അവിലോട്ട് നല്ല പൊടിയിട്ട് കൂടെ നല്ല പൊടിയിട്ട് നീ പാത്രം ഇതാണ്. ഞാനൊരു നേരം കടന്നല്ല അവസ്ഥയാണെങ്കിൽ ഈ പാത്രം വെള്ളം പറഞ്ഞു വെച്ചിരിക്കണം. അതെഴുതിട്ട് എനിക്ക് മുറിക്കാൻ പറ്റില്ല. അവര് കടട്ടെ ഹോർലിക്സ് മതി. അപ്പം അങ്ങനെ പിന്നെ നിങ്ങളിങ്ങനെ പറയണ മാതിരി വേദനയാണ് എന്ന് പറഞ്ഞാൽ ഹൗ ഹൂന്ന് പറഞ്ഞാണ്ടൊന്നും ഇരിക്കാൻ ഞാൻ കൊണ്ടേക്കൂല കേട്ടോ. വേദന വരുമ്പോൾ ഇങ്ങനെ കണ്ണ് ചെയ്യുമ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അവലൊക്കെ അവിടെ ഇരുന്ന് ചായ എടുക്കണം. ഇപ്പം ചായ വേണമെന്നും കൂടി വേണം ചോദിക്കണില്ല. ഒക്കെ സ്വന്തം കാര്യം ചിന്താഭാഗം ഇവിടെ ഉണ്ട് കേട്ടോ. ഓളും രണ്ടാളും ഹൈ ലെവൽ. ഹോർലിക്സേ പറ്റൂ കട്ടൻ ചായ കേട്ടോ. പറ്റൂല പിന്നെന്താ. അപ്പം അങ്ങനെ ചായക്ക് കുടിക്കട്ടെ കേട്ടോ. പിന്നെ ഞാൻ സ്കൂൾക്ക് പോവാനായിട്ട് ഒരുങ്ങട്ടെ കേട്ടോ. അപ്പം ഇതേട്ടോ നമ്മൾ പോവാനായിട്ട് ഇറങ്ങുകയാണ്. ഇനി പോയിട്ടോ. അപ്പം ഇതാ മിന്നുട്ടോ എന്താ അവിടെ നിൽക്കണു. അപ്പം അതിൻ്റെ ഇടയിൽ ഗ്യാസ് വന്നിട്ടോ. അത് നിറക്കാനായിട്ട് നല്ല കുറ്റി മാറ്റി വാങ്ങാനായിട്ട് പോയിക്കട്ടോ കാക്കു. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ സ്കൂൾ വിട്ടിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ സാധാ ടൈമിൽ കാര്യം വെച്ചാൽ നമ്മൾ അവിടെ അടുത്തൊരു മരിപ്പുണ്ടായതുകൊണ്ട് ഇപ്പം മയ്യത്തെടുക്കുന്ന ടൈം നമ്മൾ പോകുന്ന ടൈം ഒരേ സമയമായതുകൊണ്ട് കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ കാക്കുവിന് വെയിറ്റ് ചെയ്തിട്ടോ നിസ്കാരം കഴിഞ്ഞിട്ട് കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ 5:30 ആയിട്ടോ. അപ്പോൾ അവിടെ ചേച്ചിമാരുണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൽ ഒറ്റക്കൊന്നും ആയിരുന്നില്ല. പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോവാതെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോകുന്നത്. ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്തിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ടോക്കന് 32 അപ്പോൾ കാക്കു ഞാനും അവിടെ ചെല്ലുമ്പോൾ ഉള്ളത് 12ാമത്തെ ടോക്കനാട്ടോ പോയിട്ടുള്ളത്. പിന്നെ അവിടെ ഇങ്ങനെ കുറേ നേരം അവിടെ പോസ്റ്റായി പ്ലീസ് ഇത്ര സമയവും എഴുതിയിട്ടാണ്. കാക്കു അവിടെ പുറത്തായിരുന്നു കേട്ടോ. ഞാനിവിടെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾ സ്കൂളിലൊരു സ്റ്റുഡൻറ്റിനൊക്കെ കണ്ട് അവളുമായിട്ട് സംസാരിച്ചിരുന്നു കേട്ടോ. അവളും ഇതുപോലെ അവളെ ഉമ്മാനെയും കൊണ്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഗൈസ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ടൈം എത്രയാന്ന് പറഞ്ഞാൽ 7:30 ആയിക്കണം കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് ഒരു 7:30 കേട്ടോ. 7:30 കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടറെ കൺസൾട്ടിങ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് മെഡിസിനൊക്കെ തരുമല്ലോ. അപ്പോൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി അപ്പോഴേ എനിക്ക് അവിടെ നിന്ന് കുടിക്കാനൊരു ഗുളികയായിരുന്നു കേട്ടോ.
അപ്പോൾ അത് കുടിച്ച് പിന്നെ ഞങ്ങളങ്ങനെ പോന്നു. പോന്നപ്പോൾ ഞാൻ വീട്ടിലെത്തിയത് 8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ടൊന്നും നിന്നില്ല കേട്ടോ. സംഭവം എന്താ വെച്ചാൽ വേദന ഉണ്ട്, അത് തന്നെ കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ അന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ നേരെ പോയതല്ലേ. പിന്നെ ഹോസ്പിറ്റലിൽ കുറേ സമയം എന്ന് പറഞ്ഞാൽ കുറേ സമയമായിരുന്നു കേട്ടോ. നമുക്ക് ടോക്കൺ നമ്പർ 32 ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പം അത്രയും ചെല്ലുമ്പോൾ 12 പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ അത്രയും സമയമൊക്കെ അവിടെ ഇരുന്നത് ഭയങ്കര ക്ഷീണം കേട്ടോ. അതിലെളുപ്പം കുളിച്ച് വന്ന് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പം മിന്നു ഓൾറെഡി ഫുഡ് കഴിച്ച് പിന്നെ ഞാൻ അതുപോലെ കുറച്ച് ചോറ് കഴിച്ചിട്ടോ ഗുളിക കുടിക്കാണ്ടായതുകൊണ്ട്. സംഭവം എന്താ വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് ഗുളിക കുടിച്ചാൽ ഭയങ്കര ക്ഷീണക്കാരം കേട്ടോ. അത് സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. ഗുളികൻ്റെ ഡോസ് കൊണ്ട് ഗുളിക എനിക്ക് താങ്ങാൻ കഴിയാത്തതുകൊണ്ട് എന്തോ അറിയില്ല. അത് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ആട്ടം പോലെ ആവും. പൊതുവേ ഞാൻ തൈറോയിഡിനൊക്കെ പിന്നെ സംഭവം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഗുളിക അല്ല കുടിച്ചിരുന്നത് കേട്ടോ. അത് അങ്ങനെ 2 വർഷം കുടിച്ചതുകൊണ്ട് ഇപ്പോൾ ആ ഒരു ലെവലിക്ക് നമ്മളെ ശരീരം ആയതുകൊണ്ട് ഇംഗ്ലീഷ് ഗുളിക പറ്റാത്തതുകൊണ്ട് എന്തോ അറിയില്ല കേട്ടോ. ഇംഗ്ലീഷ് ഗുളിക സംഭവം പറയാൻ നമ്മളൊരു പാരസെറ്റാമോൾ കുടിച്ചാൽ കൂടെ എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. ഡോസ് കുറവുള്ളത് കുടിച്ചാൽ കൂടെ കേട്ടോ. അപ്പം അങ്ങനെ വേദനൻ്റെ ഒക്കെ ആകുമ്പോൾ എന്തോ. അപ്പം അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ അങ്ങനെ കിടന്നു കേട്ടോ. പിന്നെ സമാധാനം പറയാലോ, അന്ന് ഞാൻ കിടന്നുറങ്ങി. 2-3 ദിവസത്തെ ഉറക്കമായിരുന്നു എനിക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആകെ മപ്പ് പിടിച്ച പോലെയായിരുന്നു കേട്ടോ. ഉറക്കം പോയിട്ട് സ്കൂളിൽ ചെന്നാൽ പിന്നെ കുട്ടികളുടെ ഇടയിൽ കൂടെ ആകുമ്പോൾ അങ്ങനെ പോകുന്നല്ലാതെ ശരീരം കൊണ്ട് യാതൊരു സുഖവും ഉണ്ടായിരുന്നില്ല ഈ വേദന തുടങ്ങി. പിന്നെ എൻ്റെ ഒരു ശീലം, എൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ എനിക്ക് ഞാൻ അത്രയും എന്ന് പറഞ്ഞാൽ അത്രയായിട്ട് വേദന സഹിക്കാൻ കഴിയാതെ ആകുമ്പോഴേ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവുള്ളൂ കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലായി. ഇപ്പം പിന്നെ ഒരിക്കൽ മനസ്സിലായിട്ടോ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ എന്തായാലും എനിക്ക് എവിടെ വേദന ചെറിയ പനിയൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മളതായിട്ടുള്ള ഇതിൽ അങ്ങനെ നോക്കി പോരലാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ കാക്കൂന് തന്നെ ഉറപ്പായത് ഒരു വകക്കും ഒടുങ്ങൂല ഈ വേദന ഹോസ്പിറ്റലിൽ പോവാതെ എന്നുള്ളത്. പിന്നെ സൂചി വെക്കാം കാക്കു ഞങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തിട്ട് സൂചി വെക്കണം. പിന്നെ എനിക്കും വലിയൊരു താല്പര്യമല്ല വേദനയ്ക്കുള്ള സൂചി വെക്കണത്. പിന്നെ നമുക്ക് നിർഭാഗ്യവശാൽ ഈ വേദന വരുവാണെങ്കിൽ വീണ്ടും സൂചി വെക്കേണ്ടി വരും എന്നുള്ളൊരിതുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ സൂചിയൊന്നും വെക്കാതെ തന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നു. ഇപ്പോൾ പിറ്റത്തെ ദിവസമായില്ലേ, കുഴപ്പമില്ല, അൽഹംദുലില്ലാ വേദനക്ക് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.